ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് oogenesis പഠിക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? Spermatogenesis is a process by which sperms are produced from testes, the primary sex organ in male. അതിനൊപ്പം നമ്മൾ പഠിച്ചു spermatogenesis starts from puberty and lasts a lifetime. എന്നുവെച്ചാൽ ആ ജീവിതകാലം മുഴുവൻ കാണപ്പെടുന്ന ഒരു പ്രോസസ്സാണ് സ്പെർമാറ്റോജെനസിസ്. തുടങ്ങുന്നത് പ്യൂബർട്ടി മുതലാണ്. എന്നാൽ oogenesis അങ്ങനെയല്ല. oogenesis തുടങ്ങുന്നത് ഒരു പെൺകുട്ടി അതിൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ തന്നെ തുടങ്ങും. യൂട്രസിൽ കിടക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ oogenesis തുടങ്ങും. ആ പീരീഡിന് പറയുന്ന പേരാണ് പ്രീനേറ്റൽ പീരിയഡ്. അപ്പോൾ oogenesis starts at the prenatal period. എന്നാൽ ജീവിതകാലം മുഴുവൻ നടക്കത്തുമില്ല. അത് മെനോപോസ് ആവുമ്പോൾ തന്നെ നിൽക്കും. മെനോപോസ് is a time when the reproductive capacity of the woman ends. അതോടെ ആ ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ oogenesisന് ഒരു ടൈം പീരീഡ് ഉണ്ട്. Oogenesis is a process by which ovum is formed from the primary sex organ in female reproductive system called ovary. ഓവറിയിലാണ് oogenesis നടക്കുന്നത്. അപ്പം നമുക്ക് oogenesis പഠിക്കാം. അപ്പോൾ ഈ oogenesis പഠിക്കുന്ന മുമ്പ് നമ്മൾ ഓവറിയുടെ സ്ട്രക്ചർ മനസ്സിലാക്കണം. ഓവറിയുടെ ഉള്ളിൽ ഓവം പല സ്റ്റേജുകളിൽ ഉള്ളതായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ ഈ പേരുകൾ ഒന്ന് പരിചയപ്പെട്ടോളൂ. പ്രൈമോഡിയൽ ഫോളിക്കിൾസ്, പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, മെച്യൂർ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ. പിന്നെ നിങ്ങൾക്ക് ഒരു ഓവം അല്ലെങ്കിൽ സെക്കൻഡറി oocyte പുറത്തു പോകുന്നതായിട്ട് കാണാം. ദിസ് പ്രോസസ് ഇസ് ഓവുലേഷൻ. അത് കഴിയുമ്പോൾ ആ സ്ട്രക്ചറിൻ്റെ അവശിഷ്ടം ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് കോർപ്പസ് ലൂട്ടിയം, വിച്ച് സ്റ്റാർട്ട്സ് ഡീജനറേറ്റിംഗ് ആൻഡ് ലേറ്റർ ഓൺ ഇറ്റ് ഫോംസ് ദ കോർപ്പസ് ആൽബിക്കൻസ്. ഇനി അങ്ങോട്ടുള്ള സ്ലൈഡും വീഡിയോയിലും നിങ്ങൾക്ക് പ്രോസസ്സ് മുഴുവൻ മനസ്സിലാകും. പക്ഷെ ഈ ഒരു ഡയഗ്രാം നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഈ വീഡിയോ നോക്കാം. ആദ്യം പ്രൈമോഡിയൽ ഫോളിക്കിൾസ് ഓവറിയിൽ കാണുന്നു. അതിൻ്റെ ഉള്ളിലുള്ള സെല്ലിന് പറയുന്ന പേര് oocyte. ചുറ്റിനും കുറേ സെൽസ് ഉണ്ട്, വിച്ച് ആർ ഗ്രാനുലോസ സെൽസ്. അതുകൊണ്ട് പൊതിയുമ്പോൾ ഇറ്റ് ബിക്കംസ് പ്രൈമറി ഫോളിക്കിൾ. ഈ ഗ്രാനുലോസ സെൽസ് വീണ്ടും 2-3 ലെയേഴ്സുകളായി മാറും. അപ്പോൾ പ്രൈമറി ഫോളിക്കിളിന്റെ പേര് മാറും. ഇനി അതിന് ചുറ്റിനും ഒരു മെംബ്രെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, വിച്ച് സോണ പെലുസിഡ. വീണ്ടും ഗ്രാനുലോസ സെൽസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലൂയിഡ് ഫിൽഡ് വെസിക്കിൾസ് കാണപ്പെടാം. ദെൻ ആ ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ചുറ്റിനും ഒരു തീക്ക എന്ന് പറഞ്ഞ ലെയറും കാണപ്പെടും. ആൻഡ് തീക്കയ്ക്ക് 2 ലെയർ കാണും. ദാറ്റ് ഈസ് ഇന്റേണൽ ഇസ് തീക്ക ഇന്റേണ, എക്സ്റ്റേണൽ തീക്ക എക്സ്റ്റേണ. അത് കഴിഞ്ഞാൽ സെക്കൻഡറി ഫോളിക്കിൾ മെച്യൂർസ് ഇൻ ടു മെച്യൂർ ഫോളിക്കിൾ. നിരവധി വെസിക്കിൾസ്, ഫ്ലൂയിഡ് ഫിൽഡായ വെസിക്കിൾസ് ആൻട്രമായി മാറും. ആൻഡ് ഒരു വശത്തുള്ള കുറേ ക്യൂമുലസ് മാസ് ഓഫ് സെൽസ് അതിൽ നിന്നും ഓവുലേഷൻ പീരീഡിൽ ഇളകി പോകും. ഇളകി പോകുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. ആൻഡ് ഈ ഇളകി പോകുമ്പോൾ കുറച്ച് സെൽസ് ഗ്രാനുലോസ കൊറോണ റേഡിയേറ്റഡ് സെൽസായി മാറും. എന്നിട്ട് ഈ ഗ്രാനുലോസ സെൽസിന് അവശിഷ്ടങ്ങൾ ഡിവൈഡ് ചെയ്ത് യെല്ലോ സ്ട്രക്ചർ ഫോം ചെയ്യും, വിച്ച് ഇസ് കോർപ്പസ് ലൂട്ടിയം. ലേറ്റർ ഓൺ പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം കോർപ്പസ് ആൽബിക്കൻസ് ആയി മാറും. വീഡിയോ മനസ്സിലായല്ലോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പെൺകുട്ടി അതിൻ്റെ അമ്മയുടെ യൂട്രസിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ ഓവറിക്കകത്ത് നിരവധി പ്രൈമോഡിയൽ ജേം സെൽസ് കാണും. അത് പ്രോളിഫറേറ്റ് ചെയ്യുന്ന മൈറ്റോസിസ് വഴിയാണ്. അങ്ങനെ പ്രോളിഫറേറ്റ് ചെയ്ത സെൽസ് കുറേ ഓവറിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയി അതിൽ കുറേ സെൽസ് ഊഗോണിയൽ സെൽസായി മാറും, ദാറ്റ് ഈസ് മദർ സെൽസ്. അതിൽ വീണ്ടും മൈറ്റോട്ടിക് സെൽ ഡിവിഷൻസ് നടത്തി ചില സെൽസ് ആണ് എക്സ്ക്ലൂസീവ്ലി മിയോട്ടിക് സെൽ ഡിവിഷനിലേക്ക് കയറുന്നത്. ഇതെല്ലാം നടക്കുന്നത് പ്രീനേറ്റൽ പീരീഡിലാണ്. മിയോട്ടിക് സെൽ ഡിവിഷനിലേക്ക് കയറുമ്പോൾ അത് മിയോട്ടിക് സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല. നമുക്കറിയാം മിയോസിസിന് 2 സ്റ്റേജസ് ഉണ്ട്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ആൻഡ് മിയോസിസ് 1-ലെ പ്രോഫേസ് 1 എന്ന് പറഞ്ഞ സ്റ്റേജിൽ വന്ന് അറസ്റ്റ് ചെയ്യപ്പെടും. ഈ അറസ്റ്റ് ചെയ്ത രൂപത്തിൽ ആ ഒരു
കോശം എന്ന് പറയുന്ന പ്രൈമറി ഊസൈറ്റ് ആണ്. സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ പ്രൈമറി ഊസൈറ്റിന് ചുറ്റിനും കുറെ ഗ്രാനുലോസ സെൽസ് ഉണ്ട്. ആൻഡ് നൗ അറ്റ് ദിസ് സ്റ്റേജ് ഇതിന് പറയുന്ന പേരാണ് പ്രൈമോഡിയൽ ഫോളിക്കിൾ. പ്രൈമോഡിയൽ ഫോളിക്കിളിന് ചുറ്റിനും സോണ പെലുസിഡ എന്ന് പറഞ്ഞൊരു ലെയറും ഉണ്ട്. ആൻഡ് ഈ പ്രൈമറി ഫോളിക്കിൾ സെൽസ് വിത്ത് ദ പ്രൈമറി ഊസൈറ്റ് ഇൻ ഇറ്റ്, ഈ രൂപത്തിലാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. അതിൻ്റെ ഓവറിക്കകത്ത് നിരവധി എന്ന് പറയുമ്പോൾ മില്യൺസ് ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് അതിൻ്റെ ഓവറിക്കകത്ത് ഉണ്ട്. അപ്പം ആ രൂപത്തിൽ കുഞ്ഞ് ജനിക്കുന്നു. ജനിച്ചു കഴിഞ്ഞ നാൾ തൊട്ട് പ്യൂബർട്ടിയിലേക്ക് എത്തുന്ന കാലം വരെ നിരവധി പ്രൈമറി ഫോളിക്കിൾസ് ഡീജനറേറ്റ് ചെയ്ത് പോകും. പിന്നീട് ആ പെൺകുട്ടിയുടെ ഓരോ ഓവറിയിലും 60,000 തൊട്ട് 80,000 പ്രൈമറി ഫോളിക്കിൾസ് മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ഈ പ്രൈമറി ഫോളിക്കിൾസിന്റെ ചുറ്റിനും വീണ്ടും ഗ്രാനുലോസ സെൽസുകൾ കൊണ്ട് ചുറ്റും സെവറൽ ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ് വരും. അപ്പോൾ അതിന് പറയുന്ന പേര് സെക്കൻഡറി ഫോളിക്കിൾ ആണ്. പ്രൈമറി ഫോളിക്കിൾ എന്തായി മാറി? സെക്കൻഡറി ഫോളിക്കിൾ. ബട്ട് അതിനകത്ത് ഊസൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും പ്രൈമറി ഊസൈറ്റ് തന്നെയാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. പ്രൈമറി ഫോളിക്കിളിനകത്തുള്ള ഊസൈറ്റ് പ്രൈമറി ഊസൈറ്റ്, അതേപോലെ സെക്കൻഡറി ഫോളിക്കിളിന്റെ ഉള്ളിലുള്ളതും പ്രൈമറി ഊസൈറ്റ്. കാരണം എന്താ? മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അറസ്റ്റഡ് ഇൻ പ്രോഫേസ് ഫേസിൽ തന്നെ നിൽക്കുകയാണ്. ഇനി സെക്കൻഡറി ഫോളിക്കിൾസിന്റെ അവിടെ കുറച്ച് വെസിക്കിൾസ്, ഫ്ലൂയിഡ് ഫിൽഡ് വെസിക്കിൾസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ലേറ്റർ ഓൺ ഈ സെക്കൻഡറി ഫോളിക്കിൾ ടേർഷ്യറി ഫോളിക്കിൾ ആയി മാറും. ഇപ്പം ടേർഷ്യറി ഫോളിക്കിൾ ആവുന്ന സമയത്ത് അതിനകത്തുള്ള ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റീസ് ആൻട്രം ലെയർ ആയി മാറും. ഈ ആൻട്രത്തിനകത്ത് ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻട്രം. ചുറ്റിനും കുറേ ഗ്രാനുലോസ സെൽസ് ഉണ്ട്. ആൻഡ് ഈ തീക്ക ലെയർ, ഇതിന് ചുറ്റിനും ഒരു തീക്ക എന്ന് പറഞ്ഞ ലെയർ വരും. ആ തീക്ക ലെയറിന് 2 ഭാഗങ്ങൾ കാണും. ദാറ്റ് ഇസ് പുറമേയുള്ള ഭാഗം തീക്ക എക്സ്റ്റേൺ ആണെന്നും അകത്തോട്ടുള്ള ഭാഗം തീക്ക ഇന്റേൺ ആണെന്നും പറയും. ഈ സ്റ്റേജിൽ ടേർഷ്യറി ഫോളിക്കിൾ അതിൻ്റെ മിയോട്ടിക് സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യും. ഏത് മിയോട്ടിക് ഡിവിഷൻ? മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യും. അപ്പം മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. പക്ഷേ ഈ ഉണ്ടാവുന്ന ഡോട്ടർ സെൽസ് സ്പെർമാറ്റോജനസിസ് പോലെ ഈക്വൽ സെൽസ് അല്ല രൂപപ്പെടുത്തുന്നത്. രാദർ ഫോം ചെയ്യുന്നത് അൺഈക്വൽ സെല്ലാണ്. വൺ ഈസ് ലാർജ്, ദ അതർ ഈസ് സ്മോൾ. ദ ലാർജർ സെല്ലിന് പറയുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് ദ സ്മോളർ സെൽ ഇസ് കോൾഡ് ദ ഫസ്റ്റ് പോളാർ ബോഡി. ഫസ്റ്റ് പോളാർ ബോഡിയുടെ ഫങ്ഷൻ എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഫസ്റ്റ് പോളാർ ബോഡി ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ലേറ്റർ ഓൺ സെക്കൻഡറി ഊസൈറ്റ് ഉള്ള ഈ ടേർഷ്യറി ഫോളിക്കിൾ മെച്യൂർ ആയ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറും. മെച്യൂർ ആയ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹൈപ്പോതലാമസിന് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിന്റെ സെക്രീഷൻ മൂലം പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് സിഗ്നൽ കിട്ടും. പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ഭാഗത്തിൽ നിന്നും ഗൊണാഡോട്രോപ്പിൻസ് LH and FSH ഹോർമോൺസുകൾ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ LH ഹോർമോണിന്റെ സെക്രീഷൻ മൂലം ഓവ്യുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. സാധാരണഗതിയിൽ ഓവ്യുലേഷൻ നടക്കുന്നത് മെൻസ്ട്രൽ സൈക്കിളുടെ പകുതി സമയത്താണ്. ദാറ്റ് ഈസ് മെൻസ്ട്രൽ സൈക്കിൾ 28 ഡേ സൈക്കിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ 14th ഡേ ആണ് പകുതി. ആ ടൈമിലാണ് ഓവ്യുലേഷൻ നടക്കുന്നത്. പക്ഷേ പല വ്യക്തികളിലും ഇത് പല സമയമായിട്ട് വരും. 14th കറക്റ്റ് 14th ആവണം എന്നില്ല. ചിലപ്പോൾ 13th ആവാം, 15th ആവാം. ഇങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞും വരും. എനിവേ ഓവുലേഷൻ ടൈം വരുമ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും LH ഹോർമോണിന്റെ ഒരു അപ്സേർജ് കാണും. LH ഹോർമോണിന്റെ സെക്രീഷന്റെ അടിസ്ഥാനത്താണ് ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്ന ബൈ എ പ്രോസസ് കോൾഡ് ഓവ്യുലേഷൻ. അപ്പോൾ ഈ ഓവ്യുലേഷൻ സമയത്ത് സെക്കൻഡറി ഊസൈറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്തു. അപ്പോഴും മിയോസിസ് 1 കംപ്ലീറ്റ് ആയിട്ടില്ല. മിയോസിസ് 1 പിന്നെ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ സെക്കൻഡറി ഊസൈറ്റ് ഹാസ് ടു മീറ്റ് ദ മെയിൽ ഗമെറ്റ് ഓർ ദ സ്പെർം. അത് മെയിൽ ഗമെറ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? വെൻ ദ സ്പെർം
ഈസ് ഇൻസെമിനേറ്റഡ് ഓൺ ടു ദ വെജൈന. വെജൈനയിൽ മേറ്റിൻ്റെ ഭാഗമായി സ്പേം റിലീസ് ചെയ്യുന്നു. വെജൈനയിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ സ്പേം സ്വിം ചെയ്ത് ആംപുലർ ഇസ്തമിക് ജംഗ്ഷനിലെത്തും. അവിടെ വെച്ചാണ് ഓവറിലെ ഓവം ആൻഡ് സ്പേം രണ്ടും ഫ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിംഗാമി സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. അങ്ങനെ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോഴാണ് മിയോട്ടിക് ഡിവിഷൻ്റെ രണ്ടാം ഭാഗമായ മിയോസിസ് 2 നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി 2 സെൽസ് രൂപപ്പെടും. ഇവിടെയും അൺഈക്വൽ ഡിവിഷനാണ്. One is smaller or tiny cell, the other one is larger. The larger cell is the fertilized ovum or the zygote, and the smaller or tiny one is the second polar body. Second polar body യുടെ ഫങ്ഷൻ എന്താന്ന് കണ്ടെത്തിയിട്ടില്ല. മേ ബി ഡീജനറേറ്റ്സ് ലേറ്റർ ഓൺ. അപ്പം ഇത് മനസ്സിലായാലോ നിങ്ങൾക്ക്? ഇനി ഇതിൽ നിന്നും ഓവം അല്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് ഓവുലേഷൻ്റെ ഭാഗമായി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാനുലോസ സെൽസിൻ്റെ അവശിഷ്ടങ്ങളാണ് വലുതായി യെല്ലോ കളേർഡ് സ്ട്രക്ചറായി മാറുന്നത്, വിച്ച് ഇസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ലേറ്റർ ഓൺ ഒരു ഗ്ലാൻഡുലർ ടിഷ്യൂ ആയി പെരുമാറും ടു പ്രൊഡ്യൂസ് ഓർ സെക്രീറ്റ് പ്രൊജസ്ട്രോൺ. എന്തിനു വേണ്ടി? പ്രൊജസ്ട്രോൺ ഇസ് കോൾഡ് ദ പ്രഗ്നൻസി ഹോർമോൺ. അപ്പം ഇവിടുന്ന് സെക്കൻഡറി യൂസൈറ്റ് പുറത്തേക്ക് റിലീസ് ആയല്ലോ ഓവുലേഷൻ്റെ ഭാഗമായിട്ട്. ഇപ്പം റിലീസ് ആവുമ്പോൾ ദ ബോഡി ഹാസ് എൻ ആൻറ്റിസിപ്പേഷൻ ദാറ്റ് പ്രഗ്നൻസി സംഭവിക്കുമായിരിക്കും. സെക്കൻഡറി യൂസൈറ്റ് വിൽ മീറ്റ് ദ സ്പേം ആൻഡ് വിൽ ഫെർട്ടിലൈസ് വിത്ത് ദ സ്പേം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫെർട്ടിലൈസേഷൻ നടന്നതിൻ്റെ ഭാഗമായി പ്രഗ്നൻസി സംഭവിക്കും. അങ്ങനെ പ്രഗ്നൻസി നടക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി സംഭവിക്കണമെങ്കിൽ അവിടെ അടുത്തൊരു ഹോർമോണിൻ്റെ ആവശ്യകത ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് പ്രൊജസ്ട്രോൺ, ദ പ്രഗ്നൻസി ഹോർമോൺ. ഈ പ്രഗ്നൻസി ഹോർമോൺ അല്ലെ പ്രൊജസ്ട്രോണിൻ്റെ ആക്ഷൻ്റെ അടിസ്ഥാനത്താണ് യൂട്രസിൻ്റെ അകത്തെ ലെയറായ എൻഡോമെട്രിയം വാൾ ലെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, തിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രതീക്ഷയിലാണ് കോർപ്പസ് ലൂട്ടിയം സ്റ്റാർട്ട്സ് ടു സെക്രീറ്റ് പ്രൊജസ്ട്രോൺ. പക്ഷേ യൂഷ്വലി അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാറില്ല. എപ്പോഴും ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരുമ്പോൾ പിന്നെ ഈ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ആവശ്യമില്ല, പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ് ആൻഡ് ഫോംസ് കോർപ്പസ് ആൽബിക്കൻസ്. നമുക്ക് ആ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ മെച്യൂർ ഫീമെയിൽ ഗമറ്റ് ഈസ് oogenesis. സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജിലാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ കടക്കുമ്പോൾ തന്നെ. അറ്റ് ദിസ് സ്റ്റേജ് a couple of millions of gamete mother cells are formed within the fetal ovary. ഫീറ്റസിനകത്തെ ഓവറിയിൽ നിരവധി മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഗമറ്റ് മദർ സെൽസുകൾ കാണും. ഈ oogonal cells or gamete mother cells ഡിവൈഡ് ചെയ്ത് gets arrested temporarily at the prophase 1 stage of meiotic division. At this stage അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി oocyte. ഈ പ്രൈമറി oocyteന് ചുറ്റിനും ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് കാണപ്പെടും. അതുകൊണ്ട് അത് പൊതിഞ്ഞിരിപ്പുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? പ്രൈമറി ഫോളിക്കിൾ. അപ്പോൾ പ്രൈമറി ഫോളിക്കിളുടെ ഉള്ളിൽ ഒരു പ്രൈമറി oocyte ഉണ്ട് ആൻഡ് ചുറ്റിനും കുറേ ഗ്രാനുലോസ സെൽസ് കൊണ്ട് പൊതിഞ്ഞിട്ടുമുണ്ട്. കുഞ്ഞ് ജനിച്ച് അത് അതിൻ്റെ പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുന്നതിൻ്റെ ഇടയിൽ നിരവധി പ്രൈമറി ഫോളിക്കിൾസ് ഡീജനറേറ്റ് ചെയ്ത് പോകും. പിന്നീട് പ്യൂബർട്ടി സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഓരോ ഓവറിയിലും ഏതാണ്ട് 60,000 മുതൽ 80,000 പ്രൈമറി ഫോളിക്കിൾസ് മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം ഡീജനറേറ്റ് ആയി. പിന്നെ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ആണ് ഓരോ ഓവറിയിലും കാണപ്പെടുന്നത്. പ്യൂബർട്ടി സ്റ്റേജ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിയുടെ ഓവറിൽ നിന്നും നമുക്കറിയാവുന്ന കാര്യമാണ് ഓരോ മാസവും ഓരോ ഓവമാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്, ദാറ്റ് ഈസ് ഓരോ മാസവും ഓരോ ഓവം റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ദ പ്രൈമറി ഫോളിക്കിൾ
gets surrounded by more layers of granulosa cells. നിരവധി ഗ്രാനുലോസ സെൽസ് കൊണ്ട് വീണ്ടും പൊതിയും. And a new theca is formed. And now it is called secondary follicle. നിരവധി ഗ്രാനുലോസ സെൽസ് കൊണ്ട് പൊതിഞ്ഞ പ്രൈമറി ഫോളിക്കിൾ ഇപ്പൊ എന്തായി മാറി? സെക്കൻഡറി ഫോളിക്കിൾ. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് പ്രൈമറി ഫോളിക്കിളിനകത്തിരിക്കുന്ന സെല്ലും പ്രൈമറി ഊസൈറ്റ് തന്നെ, അതേപോലെ സെക്കൻഡറി ഫോളിക്കിളിന്റെ ഉള്ളിലിരിക്കുന്നതും പ്രൈമറി ഊസൈറ്റ് തന്നെ. എന്തുകൊണ്ട്? അവിടെ മിയോസിസ് 1 സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രോഫേസ് സ്റ്റേജിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സെക്കൻഡറി ഫോളിക്കിൾ ടേർഷ്യറി ഫോളിക്കിളായി രൂപപ്പെടുന്നു. ടേർഷ്യറി ഫോളിക്കിൾ സ്റ്റേജ് എത്തുമ്പോൾ ഈ സെക്കൻഡറി ഫോളിക്കിളുടെ ഉള്ളിൽ നിരവധി കുഞ്ഞി വെസിക്കിൾസ്, ഫ്ലൂയിഡ് ഫിൽഡ് വെസിക്കിൾസ് ഉണ്ടായിരുന്നു. ഈ നിരവധി സെക്കൻഡറി ഫോളിക്കിളിനകത്തുള്ള കുഞ്ഞി വെസിക്കിൾസ്, ഫ്ലൂയിഡ് ഫിൽഡ് വെസിക്കിൾസ് എല്ലാം കൂടെ യോജിച്ച് ഒരു സിംഗിൾ ബിഗ് ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയായി മാറും, വിച്ച് ഇസ് കോൾഡ് ആൻട്രം. ഇത് കാണപ്പെടുന്നത് ടേർഷ്യറി ഫോളിക്കിൾ സ്റ്റേജിലാണ്. ഒപ്പം തന്നെ സെക്കൻഡറി ഫോളിക്കിളിൽ ഉണ്ടായിരുന്ന തീക്ക ലെയർ 2 ലെയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. The external or outer theca externa and the internal or inner theca interna. അങ്ങനെ ഇപ്പോൾ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളായി മാറി, പിന്നെ ടേർഷ്യറി ഫോളിക്കിളായി മാറി. അപ്പോഴും ടേർഷ്യറി ഫോളിക്കിളിന്റെ ഉള്ളിൽ ഏത് സെല്ലിന്റെ രൂപത്തിലായിരിക്കുന്ന ഏത് സ്റ്റേജിലാ? പ്രൈമറി oocyte. But now at the tertiary follicle stage ഈ പ്രൈമറി oocyte അതിൻ്റെ മിയോട്ടിക് 1 ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി നമുക്ക് 2 അൺഈക്വൽ ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. സ്പെർമാറ്റോജെനസിസ് വീണ്ടും ഒരു വ്യത്യാസം നമ്മളിവിടെ കണ്ടെത്തി. സ്പെർമാറ്റോജെനസിസിൽ മിയോസിസ് 1 കഴിയുമ്പോൾ 2 ഈക്വൽ ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടെ 2 അൺഈക്വൽ ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാവുന്നത്. One is larger secondary oocyte and the other one is smaller first polar body. ഈ ഫസ്റ്റ് പോളാർ ബോഡിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആൻഡ് ഈ ഫസ്റ്റ് പോളാർ ബോഡി ഒബ്വിയസ്ലി ഡീജനറേറ്റ് ചെയ്ത് പോകുകയാണ് ചെയ്യുന്നത്. The primary oocyte grows in size and completes its first meiotic division, which is unequal, to result in the tiny first polar body and a larger haploid secondary oocyte. Secondary oocyte-നകത്താണ് ന്യൂട്രിയൻ റിച്ച് സൈറ്റോപ്ലാസം റീറ്റെയിൻ ചെയ്യപ്പെടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് പോളാർ ബോഡിയുടെ ഫംഗ്ഷൻ എന്താണ് കണ്ടെത്തിയിട്ടില്ല. പ്രോബബ്ലി അത് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ടെർഷ്യറി ഫോളിക്കിൾ later on transforms into the Graafian follicle. ഇപ്പോൾ ടെർഷ്യറി ഫോളിക്കിളിൽ ഏത് സെല്ലാണോ ഉള്ളത്? സെക്കൻഡറി oocyte. ആൻഡ് ഈ സെക്കൻഡറി oocyte ഉള്ള ടെർഷ്യറി ഫോളിക്കിൾ ഇനിയിപ്പോൾ എന്തായി മാറി? മെച്യൂർ ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറി. ഈ പ്രൈമറി ഫോളിക്കിളിൽ നിന്നും ഗ്രാഫിയൻ ഫോളിക്കിളായി മെച്യൂർ ചെയ്യാനായിട്ട് ചില ഹോർമോൺസുകളുടെ ഇമ്പാക്റ്റ് ഉണ്ട്. അതിലൊന്നാണ് FSH. സ്പെർമാറ്റോജെനസിസിൽ പഠിച്ചതുപോലെ തന്നെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നു. ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആക്ട്സ് ഓൺ ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് ഗൊണാഡോട്രോപ്പിൻസ്. അതെല്ലാം സ്പെർമാറ്റോജെനസിസ് പോലെ തന്നെ. ഗൊണാഡോട്രോപ്പിൻസ് അഗെയിൻ 2 തരം, നമ്മൾ സ്പെർമാറ്റോജെനസിസിൽ പഠിച്ചതുപോലെ തന്നെ. ഒന്ന് ഓർത്തു നോക്കൂ, LH and FSH. ഇവിടെ FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ഇഫക്റ്റിലാണ് ഈ ഫോളിക്കിൾസ് മെച്യൂറായി ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്നത്. നമുക്കറിയാം ഒരു പെൺകുട്ടിയിലെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് യൂഷ്വലി 28 ഡേയ്സ് ആണ്. അത് മാറിയും തിരിഞ്ഞും വരും. നമുക്കറിയാം ചിലവരിൽ അത് റെഗുലർ അല്ല. അപ്പോൾ 28 ഡേ ആണ് ഒരു ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 28 ഡേയ്സിന് നേരെ പകുതി എന്താ? 14th. ദാറ്റ് ഈസ് ദ മിഡിൽ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ യൂഷ്വലി 14th ഡേ അഗെയിൻ അത് മാറിയും തിരിഞ്ഞും വരാം ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഡേയ്സ് ഇറ്റ് ടേക്സ് ഫോർ ദ മെൻസ്ട്രൽ സൈക്കിൾ ടു കംപ്ലീറ്റ്. അപ്പോൾ യൂഷ്വലി ഞാൻ ഇവിടെ പറയുന്ന ഒരു ആവറേജ് അല്ലെങ്കിൽ യൂഷ്വൽ കണക്കാണ്. അപ്പോൾ 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുന്നത്. ഈ ഓവുലേഷൻ ടൈമിലാണ് there is an upsurge of LH hormone.
ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന LH ഹോർമോൺ അങ്ങേറ്റം നന്നായിട്ട് കൂടും, അപ്സേർജ് ഉണ്ടാവും. ആ സമയത്ത് the ovum or the secondary oocyte from the Graafian follicle is released out. ഈ റിലീസ് ചെയ്യുന്ന സെക്കൻഡറി ഫോളിക്കിൾ റിലീസ് ചെയ്യുന്ന സെക്കൻഡറി oocyte അതിനെ നമ്മൾ ഓവം എന്നും പറയും. ഈ ചിത്രത്തിൽ നമുക്ക് നോക്കാം ഓവുലേഷൻ. ഓവുലേഷൻ is the release of ovum from the ovary. അപ്പോൾ ഈ ഓവം റിലീസ് ചെയ്യുമ്പോൾ there is always a expectation or anticipation that pregnancy നടക്കുമായിരിക്കും. അങ്ങനെ പ്രഗ്നൻസി നടക്കുകയാണെങ്കിൽ എൻഡോമെട്രിയൽ ലെയർ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കറിയാം ഒരു കുഞ്ഞ് വളരുന്നത് എപ്പോഴും യൂട്രസിനകത്താണ്. അപ്പോൾ യൂട്രസിന് ഏറ്റവും അകത്തെ ലെയറായ എൻഡോമെട്രിയത്തിലാണ് എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നതും ഫർദർ ഡെവലപ്മെന്റ് നടക്കുന്നതും. അപ്പോൾ എൻഡോമെട്രിയൽ ലെയറിന് ആവശ്യത്തിനുള്ള തിക്നെസ് വേണം. ഈ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ആവശ്യകതയുണ്ട്. പ്രൊജസ്ട്രോൺ ഈസ് ഓൾസോ കോൾഡ് ദ പ്രഗ്നൻസി ഹോർമോൺ. അപ്പോൾ ഈ പ്രഗ്നൻസി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഗ്രാനുലോസ സെൽ സഹിതമുള്ള ഫോളിക്കിളുടെ അവശിഷ്ടം വളർന്ന് ഒരു യെല്ലോ കളർഡ് സ്ട്രക്ചറായി മാറും, വിച്ച് ഇസ് കോൾഡ് കോർപ്പസ് ലൂറ്റിയം. ഈ കോർപ്പസ് ലൂറ്റിയം ആണ് പ്രൊജസ്ട്രോൺ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നാള് പ്രഗ്നൻസി ലാസ്റ്റ് ചെയ്യുന്ന അത്രയും നാളും പ്രൊജസ്ട്രോൺ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് സാധാരണഗതിയിൽ അങ്ങനെ എപ്പോഴും പ്രഗ്നൻസി സംഭവിക്കാറില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇനി പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പ്രഗ്നൻസി ഹോർമോൺ സെക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കോർപ്പസ് ലൂറ്റിയം ലേറ്റർ ഓൺ ഡീജനറേറ്റ് ആയി കോർപ്പസ് ആൽബിഗൻസ് ആയി മാറി ഡീജനറേറ്റ് ചെയ്ത് പോകും. നമുക്ക് ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ നോക്കൂ. രണ്ട് സൈഡിലുള്ള ഓവറി. ഈ ഓവറിയിലാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ ഓവറിയുടെ അകത്ത് നമുക്കറിയാം ഓവം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് 14th ഡേ ആവുമ്പോൾ ഈ ഓവം ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ റിലീസ് ചെയ്ത ഓവത്തിനെ ആര് ട്രാപ്പ് ചെയ്തു? ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻസ് ഉള്ള ഇൻഫണ്ടിബുലത്തിലെ ഫിംബ്രയെ ട്രാപ്പ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിനകത്തേക്ക് അതിനെ തള്ളിവിട്ടു. ഫെലോപ്പിയൻ ട്യൂബ് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉള്ളതാണ് അല്ലേ? സീലിയാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഫെലോപ്പിയൻ ട്യൂബിന് ആംപുലറി ഇസ്തമിക് റീജിയനിൽ എത്തുമ്പോൾ നിരവധി സ്പേംസ് ഫെർട്ടിലൈസ് ചെയ്യാൻ വരും. ബട്ട് ഒറ്റ സ്പേം മാത്രമേ ഫെർട്ടിലൈസ് ചെയ്യത്തുള്ളൂ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് സൈഗോട്ടായി മാറി. ഈ സൈഗോട്ട് ഫെർദർ ഡിവിഷൻസ് നടത്തി നിരവധി സെൽസുകൾ ഫോം ചെയ്ത് അത് ട്രിക്കിൾ ഡൗൺ ചെയ്യും ഫ്രം ദ ഫെലോപ്പിയൻ ട്യൂബ് ടു ദ എൻഡോമെട്രിയം ലെയർ ഓഫ് ദ യൂട്രസ്. യൂട്രസിനകത്തേക്ക് അത് വന്ന് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യും. ബട്ട് പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ ഈ ഫെർട്ടിലൈസ്ഡ് എഗ് ഓർ സൈഗോട്ട് അതിൽ അബ്സോർബ് ചെയ്തിട്ട് എൻഡോമെട്രിയൽ ലെയർ ഡീജനറേറ്റ് ആയി മെൻസ്ട്രൽ ബ്ലീഡിംഗിലേക്ക് അവസാനിക്കും. നമുക്ക് ഊജെനസിന്റെ സ്കീമാറ്റിക് റിപ്രസെന്റേഷൻ ഒന്ന് നോക്കാം. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉള്ളതാണ്. ഫീറ്റൽ ലൈഫ്. അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് ഊഗോനിയയില് മൈറ്റോട്ടിക് സെൽ ഡിവിഷനൊക്കെ നടന്ന് അതിൽ ചില സെൽസ് പ്രൈമറി ഊസൈറ്റായി ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഈ പ്രൈമറി ഊസൈറ്റിൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. ബട്ട് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല. ടെമ്പററിലി പ്രോഫേസ് 1 സ്റ്റേജിൽ വന്ന് അറസ്റ്റ് ചെയ്യപ്പെടും. ആ സ്റ്റേജിലാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിന്റെ പ്രൈമറി ഊസൈറ്റിന് ചുറ്റും നിരവധി ഫോളിക്കൽ സെൽസ് ഉണ്ട്. then it is called the primary follicle. കുഞ്ഞ് ജനിച്ച് പ്യൂബർട്ടിയിലേക്ക് എത്തുന്നതിനിടയിൽ നിരവധി പ്രൈമറി ഫോളിക്കൽസ് ഡീജനറേറ്റ് ചെയ്ത് ആ കുട്ടിയുടെ ഓരോ ഓവറിയിലും പിന്നെ അവസാനിക്കുന്ന വെറും 60,000 മുതൽ 80,000 പ്രൈമറി ഫോളിക്കൽസ് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഫർദർ ഡെവലപ്മെന്റ് പ്യൂബർട്ടി സ്റ്റേജിന് ശേഷമാണ് സംഭവിക്കുന്നത്.
പ്യൂബർട്ടിക്ക് ശേഷം നമുക്കറിയാം ആ പെൺകുട്ടിയുടെ ഓവറിൽ നിന്നും ഓരോ മാസം ഒരു ഓവം വെച്ചാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓവം റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായി കുറേ ഡെവലപ്മെന്റ്സുകൾ നടക്കും. ഈ ഡെവലപ്മെന്റിൽ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആവുന്നു. സെക്കൻഡറി ഫോളിക്കിൾ ടേഴ്സറി ഫോളിക്കിൾ ആവുമ്പോൾ അവിടെ മിയോട്ടിക് 1 ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ബട്ട് ഈ ഉണ്ടായ 2 ഡോട്ടർ സെൽസ് അൺഈക്വൽ സൈസ്ഡ് ആണ്. ദ ഫസ്റ്റ് വൺ is a tiny first polar body and the second one is a bulky secondary oocyte. അപ്പോഴും മിയോട്ടിക് സെൽ ഡിവിഷൻ 2 നടന്നിട്ടില്ല. സെക്കൻഡറി oocyte ഉള്ള സ്റ്റേജിലാണ് ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഡ്യൂറിങ് ഓവുലേഷൻ. ഓവുലേഷൻ സമയത്ത് ഓവം പുറത്തേക്ക് റിലീസായി ഇൻ കേസ് അത് സ്പേമിൻ്റെ കൂടെ മീറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ it completes the second meiotic division. Second meiotic division വീണ്ടും അൺഈക്വൽ ഡിവിഷൻ ആണ്. അതിൽ വീണ്ടും ഒരു ടൈനി സെക്കൻഡ് പോളർ ബോഡി ഫോം ചെയ്യും ആൻഡ് ഫെർട്ടിലൈസ്ഡ് ഓവം ഓർ ദ സൈഗോട്ട് ഫോം ചെയ്യും. ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis. സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത് ടെസ്റ്റസിലാണ്. oogenesis it occurs in ovaries. എന്നാൽ സ്പെർമാറ്റോജെനസിസിൽ മിയോട്ടിക് സെൽ ഡിവിഷൻ ഈക്വൽ ആണ്. ബട്ട് oogenesis നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. ദർ ഇസ് അൺഈക്വൽ ഡിവിഷൻ ഓഫ് ദ സെൽസ് ലീഡിംഗ് ടു പ്രൊഡക്ഷൻ ഓഫ് unequal sized cells or daughter cells. ഇനി സ്പെർമാറ്റോജെനസിസിലെ germ line epithelium is involved in gamete production. oogenesisൽ അങ്ങനെ germ line epithelium അല്ല gamete productionൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. സ്പെർമാറ്റോജെനസിസിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സുകളാണ് ഫോം ചെയ്യുന്നത് which later transforms into 4 spermatozoa. എന്നാൽ oogenesisൽ നമുക്ക് ഒരു ഓവം മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം പോളാർ ബോഡീസുകളാണ് which degenerates and its function is not known to. പിന്നെ സ്പെർമാറ്റോജെനസിസിലെ സ്പേം എന്ന് പറയുന്നത് സ്പെർമാറ്റോസൈറ്റിനെക്കാട്ടും ചെറുതായിരിക്കും. എന്നാൽ oogenesisൽ ഫോം ചെയ്യുന്ന ഓവ is larger than the oocyte because it retains the cytoplasm. Then spermatogenesis is an uninterrupted process. പ്യൂബർട്ടിയിൽ തുടങ്ങുന്നു എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നടക്കുകയാണ് സ്പെർമാറ്റോജെനസിസ്. ബട്ട് oogenesis it occurs in arrested stages. ഘട്ടം ഘട്ടമായിട്ടാണ് oogenesis നടക്കുന്നത്. കുറച്ച് സ്റ്റേജ് ഫീറ്റൽ സ്റ്റേജിൽ നടക്കുന്നു, പ്രീനേറ്റൽ പീരീഡിൽ. പിന്നീട് കുറച്ച് സ്റ്റേജസ് കംപ്ലീഷൻ നടക്കുന്നത് ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി, പിന്നെ നടക്കുന്ന പ്യൂബർട്ടിക്ക് ശേഷം, പിന്നെ നടക്കുന്ന ഫെർട്ടിലൈസേഷന് ശേഷം. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുന്നത്. സ്പെർമാറ്റോജെനസിസ് തുടങ്ങുന്ന പ്യൂബർട്ടിയിലാണെങ്കിൽ oogenesis തുടങ്ങുന്ന പ്യൂബർട്ടിയിലല്ല, അത് നടക്കുന്ന പ്രീനേറ്റൽ സ്റ്റേജിലാണ്. സ്പെർമാറ്റോജെനസിസ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിൻ്റെ റിലീസ്, സ്പേം റിലീസ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നാൽ oogenesis അല്ല. oogenesisൽ ഓവം റിലീസ് ചെയ്യുന്നത് മന്ത്ലി വൺസ് ആണ്. ദാറ്റ് ഈസ് ഡ്യൂറിങ് ഓവുലേഷൻ പീരീഡിൽ മാത്രമേ ഓവം റിലീസ് ചെയ്യത്തുള്ളൂ. അൺലൈക്ക് സ്പേംസ് which are released continuously. എന്നാൽ സ്പെർമാറ്റോജെനസിസ് is a lifelong process. മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയ. ബട്ട് oogenesis terminates or ends up with menopause. മെനോപോസിൽ എത്തുമ്പോഴത്തേക്കും അത് എൻഡ് ചെയ്യാണ് ചെയ്യാറ്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ റൗണ്ട് അപ്പ് ചെയ്യാം. The ovaries are located on either side of the uterus. ഫെലോപ്പിയൻ ട്യൂബും ഓവറിയും യൂട്ടറസും എല്ലാം കണക്റ്റഡ് ആണ് അല്ലേ. ഓവറിയുടെ അകത്ത് the follicle cells expands, becomes bigger, becomes mature Graafian follicle, and later on it ruptures during ovulation to release the ovum. ഇതാണ് ovulation. റിലീസ് ചെയ്ത ഓവത്തിനെ ഫിംബ്രേ ഓഫ് ദ ഇൻഫണ്ടിബുലം ട്രാപ്പ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് പുഷ് ചെയ്ത് വിട്ടു. ഫെലോപ്പിയൻ ട്യൂബിലെ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ സഹായത്തോടെ ദ ഓവം
goes to the ampullary isthmic junction where the sperm reaches, because sperm മൊട്ടൈലാണ്, ചലനശേഷിയുണ്ട്. സ്പേം അവിടെ എത്തി ഓവത്തിൻ്റെ കൂടെ ഫെർട്ടിലൈസ് ചെയ്യുന്നു. എല്ലാം സ്പേം ഫെർട്ടിലൈസ് ചെയ്യത്തില്ല, ഒരു സ്പേം മാത്രമേ ഫെർട്ടിലൈസ് ചെയ്യൂ. എന്നാൽ നിരവധി സ്പേം ഓവത്തിനോട് ഫെർട്ടിലൈസ് ചെയ്യാൻ എത്തും. There's only one sperm that enters inside and fuses with the egg to form the zygote. The zygote later divides into two. പിന്നെ അത് വീണ്ടും ഡിവൈഡ് ചെയ്യും by mitosis into 4, 8. ഇങ്ങനെ നിരവധി സെൽ ഡിവിഷൻസുകൾ റാപ്പിഡ്ലി നടന്ന് അത് എംബ്രിയോ ആയി മാറി. സൈഗോട്ട് ആയിരുന്നപ്പോൾ സിംഗിൾ സെൽഡായി, എംബ്രിയോ ആയപ്പോൾ മൾട്ടി സെല്ലുലർ സ്ട്രക്ചറായി മാറി. അങ്ങനെ അത് യൂട്രസിലേക്ക് ഡിസെൻഡ് ചെയ്യും ഫോർ ഇംപ്ലാന്റേഷൻ. ഫർദർ ഡെവലപ്മെന്റ് നടക്കുന്ന എവിടെയാ? യൂട്രസിന്റെ ഉള്ളിലാണ്. അപ്പം യൂട്രസിലേക്ക് അത് മെല്ലെ ഡിസെൻഡ് ചെയ്യും. ആൻഡ് ദെൻ ഇറ്റ് ഗെറ്റ്സ് ഫിക്സ്ഡ് ഓർ ഇംപ്ലാന്റഡ് ഓൺ ടു ദ എൻഡോമെട്രിയൽ ലെയർ ഓഫ് ദ യൂട്രസ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസും പിക്ചേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നിങ്ങളത് മനസ്സിലാക്കാൻ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പെർമാറ്റോജെനസിസ് ഇത്തിരി വ്യത്യാസമുള്ളതാണ് oogenesis. അതുകൊണ്ട് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു എവ്രി വൺ.